പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും മിഅ്റാജിന്റെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും മിഅ്റാജിന്റെ രാത്രിയിൽ സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുഗന്ധം ആസ്വദിക്കുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഈ സുഗന്ധം എവിടെ നിന്നാണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ സുഗന്ധം ഒരു ഖബറിൽ നിന്നാണ് നബിയേ. അപ്പോൾ മുത്തുനബി ജിബ്രീലിനോട് ചോദിക്കുന്നു, ഏത് നബിയുടെ ഖബറിൽ നിന്നാണ് ജിബ്രീലേ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതൊരു നബിയുടെയും ഖബറിൽ നിന്നല്ല, ഇതൊരു അടിമ പെണ്ണിന്റെ ഖബറിൽ നിന്നാണ് നബിയെ ഈ സുഗന്ധം വരുന്നത്. ഖിയാമത്ത് നാൾ വരെ ഈ സുഗന്ധം അടിച്ച് വീശിക്കൊണ്ടിരിക്കും റസൂലുള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, എന്താണ് ഈ പദവി കിട്ടാൻ ആ പെണ്ണ് എന്താണ് ചെയ്തത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പെണ്ണുണ്ടല്ലോ, ഈ പെണ്ണ് മാഷിത്ത എന്ന പെണ്ണാണ്. ഫിർഔനിന്റെ അടിമ പെണ്ണായിരുന്നു മാഷിത്ത. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാം മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത, നീ എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു തുടങ്ങണം മാഷിത്ത. അങ്ങനെ ഒരിക്കൽ മാഷിത്ത തന്റെ മകളുടെ മുടി ചീകാൻ ചീപ്പെടുത്ത സമയത്ത് മാഷിത്ത അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞപ്പോ അത് ഫിറഔൻ അറിയുകയാണ്. മാഷിത്ത ബിസ്മി ചൊല്ലിയത് ഫിറഔൻ അറിഞ്ഞു റസൂലുള്ളാഹ്. ഫിറഔൻ അതാ ദേഷ്യപ്പെട്ടുകൊണ്ട് മാഷിത്തയെ വിളിക്കുകയാ. മാഷിത്ത ഇസ്ലാം മതം സ്വീകരിച്ചുവെന്ന് മനസ്സിലായി. മാഷിത്തെ അതാ ഓരോന്ന് പറഞ്ഞ് ആക്രമിക്കുകയാണ്. പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. മാഷിത്ത പിന്മാറുന്നില്ല. അവസാനം ഫിറഔനിന്റെ കിങ്കരന്മാരെ വിളിച്ചിട്ട് ഫിറഔൻ പറയുകയാണ്, എണ്ണ തിളപ്പിക്കുക, തീ കത്തിച്ചിട്ട് എണ്ണ തിളപ്പിക്കാൻ പറയുകയാണ് റസൂലുള്ളാഹ്. അന്നേരം മാഷിത്ത അതാ കടന്നു വരുന്നു. മാഷിത്തയോട് ഫിറഔൻ പറയുന്നു, മാഷിത്ത, ഈ എണ്ണ തിളപ്പിക്കുന്നത് നിനക്കുള്ളതല്ല, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് മാഷിത്ത എണ്ണ തിളപ്പിക്കുന്നത്. അന്നേരം മാഷിത്ത അവിടുന്ന് പറയുന്നു, പിന്മാറാൻ തയ്യാറല്ല, കഷ്ണം കഷ്ണമായി വെട്ടിമുറിച്ചാലും കരിച്ചു കളഞ്ഞാലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ല എന്ന് മാഷിത്ത ഉറച്ചു നിൽക്കുകയാണ്. ഈമാന്റെ മാധുര്യം ആസ്വദിച്ച മാഷിത്ത ഉറച്ചു നിൽക്കുകയാണ്. അന്നേരം അവിടെ കിങ്കരന്മാര്, ഫിറഔന്റെ കിങ്കരന്മാര് മാഷിത്തയുടെ മക്കളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, 7 വയസ്സുള്ള മാഷിത്തയുടെ പൊന്നുമോളെ പിടിച്ചിട്ട് പറയുകയാണ്, നബിയേ, ഇസ്ലാമിൽ നിന്ന് നീ പിന്തിരിഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ പൊന്നുമകളെ തീയിലേക്ക് എറിയും, എണ്ണയിലേക്ക് ഇട്ട് കരിച്ചു കളയും മാഷിത്ത. ആ സമയത്ത് മാഷിത്ത പെണ്ണുണ്ടല്ലോ നബിയേ, അവിടുന്ന് പറയുന്നു, പൊന്നുമകളെ വിളിച്ചിട്ട് പറയുകയാണ്, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാമോളെ, നമുക്ക് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നീ പൊക്കോ എന്ന് മാഷിത്ത പൊന്നുമോളോട് പറയുകയാണ്. 7 വയസ്സുള്ള പൊന്നുമോളെ മാഷിത്തയുടെ മുമ്പിൽ വെച്ച് എണ്ണയിലേക്ക് എറിഞ്ഞു റസൂലുള്ളാഹ്, എണ്ണയിലേക്ക് എറിഞ്ഞു നബിയേ. ആ സമയത്ത് മാഷിത്തയുടെ രണ്ടാമത്തെ മകളെയും ആ എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും മാഷിത്ത പതറിയില്ല. മാഷിത്ത ഈമാനിൽ ഉറച്ചു നിൽക്കുകയാണ്. മാഷിത്ത തളരാതെ ഉറച്ചു നിൽക്കുകയാണ് റസൂലുള്ളാഹ്. നബിയേ, അടുത്തത് മാഷിത്തയുടെ 7 മാസം പ്രായമുള്ള കുഞ്ഞാണ് റസൂലുള്ളാഹ്. അവിടുന്ന് പറയുന്നു, നബിയേ, മാഷിത്താടെ മുമ്പിൽ വെച്ചിട്ട് 7 മാസം പ്രായമുള്ള പൊന്നുമകളെ കാട്ടിയിട്ട് പറയുന്നു റസൂലുള്ളാഹ്,
മാഷിത്ത നീ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറല്ലെങ്കിൽ നിന്റെ 7 മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെയും എണ്ണയിലേക്ക് ഇടും മാഷിത്ത, കരിച്ചു കളയും മാഷിത്ത എന്ന് മാഷിത്തയോട് പറയുമ്പോൾ മാഷിത്ത പൊട്ടിക്കരഞ്ഞു റസൂലുള്ളാഹ്. മാഷിത്ത വല്ലാതെ കരഞ്ഞുപോയി. 7 മാസം പ്രായമുള്ള കുഞ്ഞാണ്. എടുത്ത് തോളിലിട്ട് ചുംബിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത, മടിയിൽ വെച്ച് ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത പൊന്നുമകളാണ്. 7 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ സമയത്ത് മാഷിത്ത പൊട്ടിക്കരഞ്ഞു പോയി റസൂലുള്ളാഹ്. ആ സമയത്ത് ഫിറഔനിന്റെ കയ്യിലിരിക്കുന്ന 7 മാസം പ്രായമുള്ള കുഞ്ഞ് മാഷിത്തയോട് പറയുന്നു, ഉമ്മ കരയല്ലേ ഉമ്മ, ഉമ്മ നിങ്ങൾ സങ്കടപ്പെടണ്ട, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം ഉമ്മ, ഉമ്മ നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന പൊന്നുമോള് പറയുമ്പോ, 7 മാസം പ്രായമുള്ള കുഞ്ഞു പറയുമ്പോ മാഷിത്താദാ ഓടി വന്ന് കെട്ടിപ്പിടിച്ചുമ്മ വെക്കുകയാണ് പൊന്നുമോളെ. ആ സമയത്തതാ ആ കുഞ്ഞിനെയും മാഷിത്തയുടെ മുമ്പിൽ വെച്ച് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് അങ്ങ് എറിഞ്ഞു റസൂലുള്ളാഹ്. ആ കുഞ്ഞും അങ്ങ് മരണപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മാഷിത്തയോട് ഫിറഔൻ ചോദിക്കുകയാണ്, മാഷിത്തയോട് ഫിറഔൻ ചോദിക്കുകയാണ്, ഇനി നിനക്ക് വല്ല ആഗ്രഹമുണ്ടോ? അടുത്ത് നീയാണ്, നിന്നെയാണ് തിളച്ചെറിയുന്ന എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ മാഷിത്ത അവിടുന്ന് പറയുന്നു ഫിറഔനോട്, എനിക്കൊരാഗ്രഹമുണ്ട്, കത്തിക്കരിഞ്ഞു പോയ എന്റെ മക്കളെയും എന്നെയും ഒരു ഖബറിൽ അടക്കണമെന്ന് മാഷിത്ത അവരോട് നിർദ്ദേശം കൊടുക്കുകയാണ്, അവരോട് അഭിപ്രായപ്പെടുകയാണ്. ആ സമയത്ത് മാഷിത്തയെയും ആ എണ്ണയിലേക്ക് എറിഞ്ഞ് റസൂലുള്ളാഹ് ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചതിന്റെ പേരിലാണ് അവരുടെ ഖബറിൽ നിന്ന് ആ സുഗന്ധമടിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാം പുൽകിയതിന്റെ പേരിൽ, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എത്രയോ പീഡനങ്ങളും യാതനകളും അക്രമങ്ങളും സഹിക്കേണ്ടി വന്നവരാണ് മുൻഗാമികൾ. നമ്മൾ ഈമാന്റെ മാധുര്യം ആസ്വദിക്കേണ്ടതുണ്ട്, നമ്മൾ ആ ത്യാഗം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ അവരുടെ കരങ്ങളിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ നമ്മളിലേക്ക് എത്തിയ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ അങ്ങേയറ്റം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഈ ലോകത്ത് അവസാനം വരെയും നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിച്ച് മൂമിനായി തന്നെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.